ചോദ്യങ്ങളാവാ പറഞ്ഞിട്ട് പോയിട്ട് ഇതൊക്കെ ശബരിമല വിഷയത്തിൽ പ്രശാന്ത് പറഞ്ഞതിൽ കൃത്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോയതാരാ? പോയത് RSSുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാ. ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാം. ഒരു കാര്യം, RSSും ഓ രാജഗോപാലിന് ഉൾപ്പെടെ മാതൃഭൂമി യുവതികൾക്ക് ഈ കേരളത്തിനകത്ത് 50,000-അടുത്ത് വരുന്ന RSSകാരാണ് ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിൽ കിടന്ന് പോരാടിയതും ജയിൽവാസം അനുഷ്ഠിച്ചതും കേസുകളിൽ ജയിലിൽ പോയപ്പോ നമ്മൾ BJP കണ്ടില്ലല്ലോ. സന്ദീപ് വാര്യർ ഉൾപ്പെടെ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെ 30 ദിവസം ജയിലിൽ കിടപ്പിടിച്ചു. പിണറായി വിജയൻ ജയിലിൽ പോയി വന്നപ്പോ BJP ആരും കണ്ടില്ല. ഇവിടെ യുവതീ പ്രവേശന സമയത്ത് ഇത്രയധികം കേരളത്തിലെ പാറശാല മുതലേ അങ്ങ് മഞ്ചേശ്വരം വരെ പോരാട്ടം നടന്നപ്പോ പത്തനംതിട്ടയിലെ 10 ആളെ കൂട്ടി ഒരു കുടില് കെട്ടി സമരം ചെയ്ത ആളുകളെ പറയുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യര് ഒരു നേതാവല്ല, 50,000 എത്ര കേസുണ്ടെന്ന് ദേവന്തപുരാൻ പോലും അറിയില്ല. വിധി RSS മാനിക്കുന്നുവെന്ന് പ്രാന്തകാര്യ വകുപ്പ് P. ഗോപാലൻകുട്ടി പറഞ്ഞു. ജാതി-ലിംഗ-വ്യത്യാസമില്ലാതെ ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്രങ്ങളിൽ തുല്യ അവകാശമാണുള്ളത്. ശബരിമലക്കെതിരായി ആചാര സംരക്ഷണത്തിനെതിരായി വന്ന വിധിയുടെ കൂടെയാണോ നിങ്ങൾ പാർട്ടിയുടെ നിലപാട് പറ? രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് RSS, ശബരിമല കർമ്മസമിതി, സംഘപരിവാർ സംഘടനകൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് ഓരോ സ്ഥലങ്ങളിലും അണിനിരന്നിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പേരാണ് സമരം ചെയ്തിട്ടുള്ളത്. 50,000-ത്തിലധികം ആളുകൾ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി കേസുകളിൽ പ്രതിയായ ആളുകൾ. അന്ന് K. സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് K. സുരേന്ദ്രനും അറിയില്ല, ആഭ്യന്തര വകുപ്പിനും അറിയില്ല. 250-ലധികം കേസുകളാണ്. KS രാധാകൃഷ്ണൻ സാറ്, ശശികല, എന്തിനേറെ പറയണം, ഈ കൂടി നിൽക്കുന്നതിൽ എടുത്തു കഴിഞ്ഞാൽ 100-ലധികം ആളുകൾ ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസുകൾ. എന്താണെന്നറിയോ, ഇതൊക്കെ വീണ്ടും ഈ വിധിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ ശബരിമല കൊള്ള പതുക്കെ അങ്ങനെ മാറ്റാനുള്ള ഒരു പരിപാടിയാണോ?